ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് ബംഗ്ലാദേശിലെ യൂണിവേഴ്സിറ്റി ഓഫ് ധാക്ക ആ ഒരു കോമ്പൗണ്ടിലുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് കംപ്ലീറ്റ് ഈ യൂണിവേഴ്സിറ്റി ഓഫ് ധാക്കയിലാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഫോളോ മീ. ഇത് ബംഗ്ലാദേശ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ് സ്റ്റാൻഡാണ്. ഇപ്പോൾ സമയം 5:30 മണി കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ രാവിലെ സുബഹി നമസ്കാരത്തിന് ഈ ബസ്സിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലൊരു പള്ളിയുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ ഹോട്ടൽ. അപ്പോൾ അങ്ങനെ അവിടെ നമസ്കാരത്തിന് വന്നതാണ്. ഇപ്പോൾ സമയം രാവിലെ 7:15 ഞാനൊരു റിക്ഷയിൽ ചവിട്ടുന്ന റിക്ഷയിലാണ്. ഏകദേശം ഒരു 2 കിലോമീറ്റർ പോകണം. നമ്മൾ പോകുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ധാക്ക കാണാനാണ്. അപ്പോൾ ഞാൻ താമസിക്കേണ്ട അവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതൊരു മെട്രോ സ്റ്റേഷനാണ് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി കാണാൻ പോവാണ്. മറ്റേ സൈക്കിൾ മോട്ടോറിക്ഷ ഉണ്ടല്ലോ, മോട്ടോറിൽ ഓടുന്നത്, അത് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഈ ചവിട്ടുന്ന റിക്ഷയിലാണ് പോകുന്നത്. എനിക്ക് ഭയങ്കര മടിയാണ് പോകാൻ, കാരണം ഇവരിതിങ്ങനെ ചവിട്ടുന്നതാണ് നമുക്കൊരു വിഷമമാണ്. അപ്പോൾ നമുക്ക് രാവിലെ ഇങ്ങനെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുള്ളൂ ഇവിടെ. അങ്ങനെ നമ്മുടെ റിക്ഷ ഈ ധാക്ക യൂണിവേഴ്സിറ്റിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുകയാണ്. കേരള ബംഗ്ലാദേശിലെ ധാക്കയിൽ ധാക്ക യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പം ധാക്ക യൂണിവേഴ്സിറ്റിൻ്റെ ആ ഒരു ക്യാമ്പസിലപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പം നമുക്ക് ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം. ഈ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ധാക്കയിലെ ഷാബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഏകദേശം ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് 255 ഏക്കറാണുള്ളത്. ഈ യൂണിവേഴ്സിറ്റി 2 പേരിൽ അറിയപ്പെടും. ഒന്ന് ധാക്ക എന്നുള്ള പേരും ഒന്ന് ഢാക്ക എന്നുള്ള പേരിലും. അങ്ങനെ 2 പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. 1921 ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. ദി ഫാക്കൽറ്റി ഓഫ് ഫാർമസിയാണ്, ബയോളജി ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇതിൻ്റെ സ്ഥാപകൻ്റെ പേര് സയ്യിദ് നവാബ് അലി ചൗധരി, നവാബ് സർ ഖ്വാജ സലീമുള്ള ബഹാദൂർ എന്നാണ്. ഞാനീ പറഞ്ഞ ആളുടെ പിന്നെ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ആ എസ്റ്റേറ്റിൽ 600 ഏക്കറിലായിരുന്നു അദ്ദേഹം സംഭാവന ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇത് ബ്രിട്ടീഷ് സർവകലാശാലയുടെ ഒരു മാതൃകയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ പൊതു ഗവേഷണ സർവകലാശാലയാണ്. ഇതിൽ 1992 ഫാക്കൽറ്റികളുണ്ട്. ഏകദേശം ഒരു 45,000 വിദ്യാർത്ഥികൾ ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലെ പുരോഗമനപരവും ജനാധിപത്യപരവുമായ പ്രസ്ഥാനങ്ങളുടെ കേന്ദ്ര ബിന്ദുവായിരുന്നു ഈ യൂണിവേഴ്സിറ്റി. ബംഗാളി ദേശീയതയുടെ ഉയർച്ചയിലും പിന്നെ 1971 ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിലും അതിൻ്റെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഇതിൽ. ഇപ്പോഴത്തെ ബംഗ്ലാദേശിൻ്റെ മുഹമ്മദ് യൂനുസ് ഉണ്ട്. മുമ്പ് 2006 സമാധാനത്തിനുള്ള നോബൽ സമ്മാന നേതാവായിരുന്നു. അദ്ദേഹമൊക്കെ ഇവിടുന്ന് പഠിച്ചിറങ്ങിയതാണ്. ഒരുപാട് സ്ഥലമുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ റോഡ് പോയിട്ട് ഈ സൈഡിലൂടെ ഇങ്ങനെ ബിൽഡിങ്ങാണ്. ഇതാണ് റോഡ്. അങ്ങനെ പോയിട്ട് ഈ ഒരു ഭാഗങ്ങളിലാണ് ബിൽഡിങ്ങുകൾ നിൽക്കുന്നത്. 1917 മുതൽ 1922 ഇതിൻ്റെ ഇടയിലൊരു ബംഗാൾ ഗവർണറായിരുന്നു ലോർഡ് റൊണാൾഡ് ഷോ. അതിൻ്റെ ആദ്യത്തെ ചാൻസലറായിരുന്നു അദ്ദേഹമായിരുന്നു ഇതിൻ്റെ ചാൻസലർ. ഇവിടുത്തെ ലൈബ്രറി പിന്നെ ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ ലൈബ്രറിയാണ്. ഏകദേശം 6,17,000 ശേഖരമുണ്ട് ഇവിടെ ലൈബ്രറിയിൽ. കൂടാതെ മറ്റ് ഭാഷകളിലുള്ള 30,000-ലധികം കയ്യെഴുത്ത് പ്രതികൾ ശേഖരമുണ്ട്. പിന്നെ ധാരാളം മൈക്രോ ഫിലിമുകളുണ്ട്, മൈക്രോ ഫിഷ് ഉണ്ട്, CD-കളുണ്ട്. ഇതൊക്കെ ഇവിടെ ലൈബ്രറിയിലുണ്ട്. ഈ യൂണിവേഴ്സിറ്റിയുടെ ബിസിനസ് സ്റ്റഡീസ്
ഫാക്കൽറ്റിക്ക് പുറമെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഈ ലൈബ്രറി ഉണ്ട് ഇവിടെ. ഈ വിപുലമായ തരത്തിലുള്ള ഈ ലൈബ്രറി ലോകത്തിലെ 35 അന്താരാഷ്ട്ര ലൈബ്രറികളുമായിട്ട് പ്രശസ്തമായ സ്ഥാപനങ്ങളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. 2015 ഓഗസ്റ്റിൽ റോബി എക്സിയാറ്റ ലിമിറ്റഡുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ ലൈബ്രറി ഇവിടെ നിർമ്മിച്ചത്. മൊത്തത്തിൽ 1400 വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാൻ കഴിയുതിൽ. 12,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ ലൈബ്രറിയിൽ 3 വിഭാഗങ്ങളുണ്ട്. ഒന്ന് കമ്പ്യൂട്ടർ വിഭാഗമാണ്, പിന്നെ മറ്റൊന്ന് നിശബ്ദ മേഖല, പിന്നൊന്ന് ചർച്ചാ മേഖല. ഫാക്കൽറ്റിയിലെ 7000 വിദ്യാർത്ഥികൾക്കും 208 അധ്യാപകർക്കും ഈ സൗകര്യം നേരിട്ട് പ്രയോജനമുണ്ട് ഇവിടെ. കംപ്ലീറ്റ് ഇഷ്ടികയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്, കണ്ടില്ലേ? 1921. ഇത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കുളം ഉള്ളത്. അതൊക്കെ ഹോസ്റ്റലാവുന്നുണ്ട് കണ്ടോ. ഇത് പനയാണ്, പനമരം. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഇത് കംപ്ലീറ്റ് കുറേ പനകളുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ വലിയ വാട്ടർ ടാങ്ക് നിൽക്കുന്നുണ്ടല്ലേ, നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ തെങ്ങൊന്ന് കാണാം. തെങ്ങൊക്കെ ഭയങ്കര ശുഷ്കിച്ചിട്ടാണ്, അധികം തടിയില്ലാത്ത മോഡലാണ്. കണ്ടില്ലേ, അങ്ങ് ദൂരെ അതൊക്കെ തെങ്ങുകളാണ് ഈ കാണുന്നതൊക്കെ. ഏത് സ്ഥലത്തും ഉണ്ടാവല്ലോ കുറേ പഴയ ബിൽഡിങ്ങുകൾ. അതേപോലെ ഒരു ശ്രദ്ധയില്ലാതെ കിടക്കുന്ന ഒരു പഴയ ഒരു കെട്ടിടമുണ്ട് ഇവിടെ കിടക്കുന്നത്. ഒരുപാട് മെയിൻ്റെനൻസ് ചെയ്യാനുണ്ട്, ബാക്കിയുണ്ട്. ഇതെന്താന്ന് നിങ്ങൾക്കറിയുമോ? ഇത് നമ്മളുടെ നാട്ടിലുള്ള ആ പ്ലാവുണ്ടല്ലോ, പ്ലാവ്, ചക്കമരം. ആ മരമാണ് ഈ കാണുന്നത്. ഇവിടെ എവിടെയും ചക്കൻ്റെ സമയമായിട്ടില്ല. ആ കാണുന്നതും ചക്കമരമാണ്.
പിന്നെ ഒരു ആര്യവേപ്പിൻ്റെ മരമുണ്ട്. ഇതിൻ്റെ അപ്പുറത്തുള്ള ആര്യവേപ്പാണത് ഈ കാണുന്നത്. ഇത് റോഡ്. അവിടുന്ന് അങ്ങനെ വന്ന് ഈ വലതുഭാഗത്ത് കംപ്ലീറ്റ് ബിൽഡിങ്, ഇങ്ങനെ ഇവിടെ എക്സിറ്റ്. ഇവിടെ കംപ്ലീറ്റ് മുളക്ക് യാതൊരു ക്ഷാമല്ല. ഇത് കംപ്ലീറ്റ് മുളകളാണ്. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിങ്ങിൻ്റെ ആ ഒരു ഭാഗമാണ്. ഇവിടെ റോട്ടിൽ കുറേ അമേരിക്കക്ക് എതിരായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് പുറത്തേക്ക് പോകാനുള്ള വഴി, മെയിൻ ഗേറ്റ്. അപ്പോൾ ഇതിലേ അങ്ങോട്ടേക്കാണ് പുറത്തേക്ക് കിടക്കുന്നത്. ഇതാണ് ഒരു എംബ്ലം. പുറത്തേക്ക് കിടക്കുകയാണ്. റിക്ഷകൾ തന്നെ കൂടുതലുള്ളത്. അപ്പം നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. അപ്പം നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.